പേരെ കൊണ്ടുവന്ന ആൾക്കാർ ഞാൻ പേരെ കൊണ്ടുവന്നതിനെ ഒക്കാൻ വേണ്ടിയാണ് എന്ത് പറയാം എനിക്ക് ആവശ്യമില്ല ബീച്ച് വഴി കൊച്ചുമക്കളെ നോക്കിയിരിക്കാൻ വയ്യ അവിടെയാണ് എന്റെ അസൂയ അവിടെയാണ് എന്റെ അസൂയ പണ്ടുപോലെ കളിക്കാം എനിക്ക് അസൂയ അസൂയ ഒരു ക്വാളിറ്റി ധരിക്കില്ല ഒരു ക്വാളിറ്റി ധരിക്കില്ല കള്ളവെടിപ്പോയ ആള് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അതിന്റെ സെക്സ് പ്രസ്റ്റേഷനാണ് അതിനാര് പറഞ്ഞാലും അവൻ പറയുന്ന ആൾക്കാരെല്ലാം കള്ളവെടിക്കാനാണ് രാവിലെ തന്നെ അങ്ങോട്ട് മാറിക്കാൻ പോലീസ്. അപ്പൊ നമ്മുടെ ആറാട്ടെണ്ണം വീണ്ടും വനിതാ തിയേറ്ററിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് പ്രതീക്ഷിച്ച കാര്യമാണ്. കാര്യം പുള്ളിക്കാരനെ ഓരോ ദിവസവും പുള്ളിക്കാരൻ ഓരോ മൂടായി. അന്ന് മറ്റേ തിയേറ്ററിൽ നിന്നും മറ്റേ ഓണറിനെ തെറിയൊക്കെ വിളിച്ച് ഇറങ്ങിപ്പോയി, ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയതായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറെ പേരൊക്കെ വന്നിട്ട് എന്നെ കുറ്റം പറയണ്ടായി. അതായത് ഇവരെ പോലെ തന്നെയല്ലേ നീയും കാണിക്കണതെന്ന്. ഞാൻ ഇതേപോലെ കണ്ണി കണ്ട തിയേറ്ററിനകത്ത് കിടന്ന് ഓരോ അപരാധിത്തരം വിളിച്ചിട്ട് നടക്കണല്ല. ഞാൻ എന്റെ മുമ്പിൽ വരുന്ന അപരാധിത്തരങ്ങളെ ഞാൻ അതെടുത്ത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ ആറാട്ടണ്ണന്റെ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം, അല്ലാണ്ട് എനിക്ക് അതിനെ വേറെ നന്നായിട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു എന്നെ അത് എന്റെ വിഷയമല്ല. അത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണല്ലോ. അപ്പൊ അതെന്തായാലും അവിടെ പോട്ടെ, നമ്മൾ ആറാട്ടണ്ണന്റെ കേസ് സംസാരിക്കാം. അപ്പൊ ആറാട്ടണ്ണൻ ഇപ്പൊ വന്നിട്ട് നമ്മുടെ തിയേറ്റർ ഓണറോട് കിടന്ന് ചൂടാവണൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇത്തിരി നന്ദി വേണോടാ നന്ദി. അതായത് ഈ അപ്പൊ തിയേറ്റർ ഓണർ ചോദിക്കണ്ടേ നീ നിങ്ങൾ എന്ത് പ്രാന്തൊക്കെ ഈ പറയണതെന്ന്. അതായത് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞ ഇതാണ്. ഇവർ ഈ കാണിക്കണ ഈ കോമാളിത്തരങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വനിതാ എന്ന് പറഞ്ഞ തിയേറ്റർ ഇത്രയും ഫേമസ് ആയത്. ശരിക്കും അതെ, ഇവരുടെ ഈ കോമാളിത്തരം കൊണ്ട് തന്നെയാണ് വനിതാ തിയേറ്റർ ഇങ്ങനെ ഒരു പേരിനകത്ത് ഫേമസ് ആയത്. പക്ഷെ അങ്ങനെ ആയിട്ട് വല്ല കാര്യമുണ്ടാ? അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ആ ഒരു തിയേറ്ററിനെ പറ്റി വനിതാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്താ വിചാരിക്കുക? കുറെ പ്രാന്തന്മാര് വന്ന് എന്തൊക്കെയോ കാണിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെയല്ലേ വിചാരിക്കുക. അതിൽ കൂടുതലൊന്നും ഒരു നല്ല തിയേറ്ററാണ് അങ്ങനെയൊന്നും അല്ല ആൾക്കാർ ചിന്തിക്കുക. കുറെ പ്രാന്തന്മാര് വന്ന് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് മഹത്വം കിട്ടിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഈ ആറാട്ടാണ് കിടന്ന് പറയുന്നത്. ഇങ്ങനെ ആറാട്ടണ്ണൻ എന്നല്ലെങ്കിൽ വേറെ പലതൊക്കെയാണ് വിളിക്കാന്ന് തോന്നുന്നത്, അതൊന്നും ഞാൻ വിളിക്കാനുള്ള എന്തായാലും. അപ്പൊ ഈ ഇങ്ങേര് വന്നിട്ട് പിന്നെ ഈ കിടന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരിടുന്ന് ആലോചിക്കുമ്പോഴേ ഇമാതിരി ഇങ്ങേർക്കൊക്കെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ എവിടെയും കൊണ്ട് കാണിക്കണം, എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കണം. അല്ലാണ്ട് ഇങ്ങനെ കണ്ണി കണ്ടവരെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത്. പിന്നെ പോലീസുകാരെ വന്നിട്ട് എന്താണെങ്കിൽ ഇങ്ങനോട് പറയുന്നുണ്ടായി, അത് വേറൊരു വീഡിയോനകത്ത് ഞാൻ കണ്ടതാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഇതിനൊക്കെ ഈ തിയേറ്ററുകാർ തന്നെയാണ് ഇവരെയൊക്കെ ഓടിക്കേണ്ടത്. തിയേറ്ററുകാർ തന്നെയാണ്. തിയേറ്ററുകാർ ഇതേപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ച് അവിടെ നിന്ന് അടിച്ച് ഓടിക്കണം. കാര്യം ഇവരെയൊക്കെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തന്നെയാണ് കാര്യം. ഇവരെയൊക്കെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇപ്പൊ മര്യാദയ്ക്ക് മാന്യമായിട്ട് കാണാൻ വന്നിട്ട് മാന്യമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവരൊരു തലവേദന തന്നെയാണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ വനിതാ വിനീതനകത്തേക്ക് പോകാൻ തന്നെ ഇപ്പൊ ഒരു എന്തിനാണ് അങ്ങോട്ടൊക്കെ പോകുന്ന ഒരുമാതിരി അറപ്പായി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഞാൻ പറയാം, കിടിലൻ തിയേറ്ററാണ് വനിതാ വിനീത. അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. ഇപ്പൊ എറണാകുളത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കിടിലൻ തിയേറ്റർ തന്നെയാണ് വനിതാ വിനീത. പക്ഷെ ഇതേപോലുള്ള കുറെ മാരണങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് ഇവർ രണ്ടുവട്ടം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്തേക്ക് പിന്നെ ഈ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേര് ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നേരിട്ട് ഈ മുതലിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതുങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടേക്കണവരെ ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം അമ്മാതിരി കാണിക്കലൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്തിന് സോഷ്യൽ മീഡിയനകത്ത് തന്നെ സഹിക്കാൻ പറ്റുള്ള, പിന്നെയാണ് നേരിട്ട്. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്തൊക്കെ പറയാനുള്ളത്. അപ്പൊ ഇതേപോലുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും ഓടിക്കാനായിട്ട് അവിടെ വല്ല സെക്യൂരിറ്റീനെ എല്ലാവരും നിർത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതേപോലെ ഓരോ അപരാധിത്തരങ്ങൾ കാണിച്ചിട്ട് വരുന്നവരെ ഓടിക്കേണ്ടതാണ്. അതേപോലെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ബോർഡും വെച്ചേക്കാം, ഇങ്ങനെ നായ കൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ബോർഡും വെച്ചേക്കാം. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ